ഞങ്ങളുടെ തെളിവതാ, ഞങ്ങളുടെ തെളിവതാ. എടോ, മടവൂര് ശൈഖുന ഒരു ഹളറത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് സമസ്തയുടെ തീരുമാനമുണ്ടെങ്കിലും എന്തൊക്കെ കുപ്രചരണങ്ങൾ നിങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മടങ്ങേണ്ടുന്ന ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? അതുണ്ടായില്ല. എത്രമാത്രം ധിക്കാരം! മടവൂര് ശൈഖുന ഒരു ഹളറത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ മുസാവറയുടെ, നിങ്ങളെ സമസ്തയുടെ തീരുമാനത്തിന് എന്ത് വിലയാണോ ഉള്ളത്? എന്ത് സമസ്ത, എന്ത് മുസാവറ? മടവൂര് ശൈഖുനയുടെ മുകളിൽ ഒരു മുസാവറ. ഏതടുപ്പിന്ന് അങ്ങ് ജനിച്ചു വരുന്നത്? കുഞ്ഞുമല കേട്ടോ, എന്ത് മുഷാവറ ഏത് മുഷാവറ എന്ന് ചോദിച്ചല്ലോ. അതിന്റെ മറുപടി ഞാൻ ശംസുലമനെ കൊണ്ടൊന്ന് ഓർപ്പിച്ചരാം. ഏത് മുഷാവറയോടോ തീരുമാനമെടുത്തേ? എന്ത് സമസ്ത ഏത് സമസ്ത എന്ന് ചോദിച്ചല്ലോ. ഇത് ആരോടാ ചോദിച്ചേ? ശംസുലമയോടാ ചോദിച്ചേ. ശംസുലമ നിങ്ങൾക്ക് മാതൃക ഉണ്ട് പറഞ്ഞ ആളല്ലേ ചെയ്യേ? നിങ്ങൾക്ക് എന്ത് മാതൃക ശംസുലമയില്ല? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ സി എം വലുതായി അവിടെ വന്നു പറയുന്നത് തെളിവേ? എൻ്റെ തൊള്ളല്ലേ? മൊയ്മ്പാപ്പിന് തൊള്ളല്ലേ? എന്ത് മൊയ്മ്പാപ്പും കഴിയും? എന്ത് തെളിവേ? അയാൾ പറഞ്ഞല്ലേ തെളിവ്? വേറെ എന്ത് തെളിവല്ലേ? മുഹമ്മദ് പോയി ആ ബുക്കിൽ എത്തിച്ച് അതല്ല, അതൊന്നും തെളിവല്ല. ശരിക്കുള്ള ആളുകളെ കൊണ്ടുപോവാ കിട്ടാ. പിന്നെ ഒന്ന് രണ്ടാമത്തെ വാക്യത്ത് അത് സംഭവം തെളിവേ അല്ല. അത് മനസ്സിലാക്കിക്കോ. അത് നിങ്ങളോട് പഠിപ്പിച്ച ഒരു രേഖാപരമായ മസലപരമായ ഒരു കാര്യത്തിൽ കിതാബിയായിട്ട് അല്ലെങ്കിൽ രേഖാപരമായിട്ട് ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരിൽ ഇനി എന്ത് വാക്യത്തിൽ പറഞ്ഞാലും അത് തെളിവല്ല. അതിന് ക്ലിപ്പ് വേണോ? വേണമെങ്കിൽ ചോദിച്ചോ, നിഷേധിക്ക്. നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചല്ലേ? അതിൻ്റെ പശ്ചാത്തലം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് പറഞ്ഞാൽ. അപ്പോൾ രണ്ട് വാക്യത്തിൽ തെളിവേ അല്ല. ആര് പോയ സംഭവിച്ച് കൊടുത്താലും ഈ ഫത്വക്കെതിരിൽ ആ വാക്യത്തിൽ തെളിവേ അല്ല. പിടിച്ചോ, തെളിവല്ല. അതിന് പോയില്ലെങ്കിൽ തെളിവില്ല. ഇനി പോയാൽ തന്നെ ആ പോയതും തെളിവല്ല. രണ്ട് മൂന്നാമത്തെ പിടിച്ചോ. ഇപ്പം ചോദിച്ചല്ല ഏത് മുഷാവറ എന്ത് മുഷാവറ? ഇത് ആരോടാ പരിഹസിച്ച്? ഇത് ആരാ പരിഹസിച്ച്? ആ മുഷാവറ ആരാന്ന് നമുക്കറിയോ? ഇതിപ്പോൾ ഇന്നത്തെ മുഷാവറ തീരുമാനിച്ചു എന്നാ പറഞ്ഞേ? ഇന്നത്തെ മുഷാവറയുള്ള ആളുകളാണ് ഇപ്പോൾ വിചാരിച്ച്. ആ മുഷാവറ ആരാന്ന് ശംസുലമ പറഞ്ഞുതരും. ആ ശംസുലമ എനിക്ക് മാതൃകല്ലേ? ആ മുഷാവറിനാണ് ഇത് പരിഹസിച്ച്. ഞാൻ മുഷാവറയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്നുള്ളത് ശംസുലമ പറയട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഏതെടുക്കേണ്ടി? എൻ്റെ എടുക്കേണ്ടി? കുരുവട്ടുകാലത്ത് എടുക്കേണ്ടി? ശംസുലമൻ്റെ എടുക്കേണ്ടി? ശംസുലമയിൽ മാതൃക ഉണ്ട് ചിലപ്പോൾ പറഞ്ഞേ. ശംസുലമനെ പോലത്തെ ഒരു പണ്ഡിതൻ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടില്ല ശംസുലമൻ്റെ കാലഘട്ടത്തിൽ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നായികക്ക് 40 തൊട്ട് പറഞ്ഞല്ലോ. ആ ശംസുലമ പറയട്ടോ, എന്ത് പറയണ്ട എനിക്ക്? ശംസുലമ ആ പറഞ്ഞ മുഷാവറയാണ് ആ ഫത്വ കൊടുത്ത് ആ പ്രമേയം പാസാക്കിയത്. എന്ത് പറയണ്ടേ? ബഹുമാനപ്പെട്ട വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർ ഏറ്റവും വലിയ ആയിരിക്കും കുത്തുബ് സമാനുമാണ്. വലിയ ആരിഫാണ്, വലിയ വലിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹീകളായ ആത്മീകളെയും വിളിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആലിമീങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ആലിമീങ്ങളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹ്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. കേട്ടോ കുഞ്ഞമ്മേ, ആരാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? ആ കാലഘട്ടത്തിലെ കുത്തുബുസ്സമാൻ. ആ കുത്തുബുസ്സമാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ കാലഘട്ടത്തിലുള്ള സ്വാലിഹ്യങ്ങളായ എല്ലാ ആലിമീങ്ങളെയും ഒരുമിച്ച് കൂട്ടി. നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റൂല, നമുക്കൊരു സംഘടിതമായിട്ട് നീങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് അന്നത്തെ സ്വാലിഹ്യങ്ങളായ സജ്ജനങ്ങളായ ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്തയിൽ ആ കാലഘട്ടത്തിലുള്ള എല്ലാ സ്വാലിഹ്യങ്ങളായ ആളുകളും ഉണ്ട്. ആരാ പറഞ്ഞേ? ശംസുൽ ഉലമ. ആ മുഷാവറിനാണ് ഇതിപ്പോൾ പരിഹസിച്ചത്. എന്ത് മുഷാവറ എന്ത് സമസ്ത എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചില്ലേ? പിന്നെ എന്ത് ശംസുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കണ്ട കുതിരെ? എന്താ പറഞ്ഞു നടക്കണ്ടേ? ഞാൻ വിളിച്ച് ആരും ഒന്നും വിചാരിക്കണ്ട, അതിനെ അപ്പുറം വിളിക്കണം, കുറച്ചൊക്കെ എടുക്കട്ടെ. എന്ത് മാതൃക ഉണ്ട് എന്നാണ് അത് പറയണ്ടേ? ആരൊക്കെ പറ്റിക്കണ്ടേ? ശംസുലമ പറയേണ്ടത് ഇത് ആ കാലത്ത് സ്വാലിഹ്യങ്ങളായ 40 പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആ കാലത്തുള്ള എല്ലാ സ്വാലിഹ്യങ്ങളായ പണ്ഡിതന്മാരും ആ മുഷാവറയിൽ അണിചേർന്നിട്ടുണ്ട്.
ആ മുസാവറിനാണ് ശംസുലമ പറഞ്ഞ ആ മുസാവറിനാണ് ഈ ചങ്ങായി എന്താക്കിയത്, എന്ത് സമസ്ത എന്ത് മുസാവറ എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചത്. പിന്നെ എനിക്ക് എന്ത് മാതൃകയുടെ ശംസുലമയുള്ളത് പറടാ, തുറന്നു പറയടാ അധികം ഒന്ന് കണ്ട് എന്താ മനസ്സിലാക്കിയത്. അതാ പറയാം കൊണ്ടുപോയിട്ട് ഞാൻ കൈകാര്യം ചെയ്തു തരാം. ഈ മുഷാവറിനാണ് പരിഹസിച്ചത് അല്ലേ, ഈ മുഷാവറിനാണ് ആ പ്രമേയം പാസാക്കിയത്. എനിക്ക് എന്ത് പറയാണ്ട്, കുത്തുബുസമാൻ അടക്കമുള്ള ആ കാലഘട്ടത്തിൽ കുത്തുബുസമാൻ അടക്കമുള്ള വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അടക്കമുള്ള ആ പണ്ഡിതന്മാരോടോ ആ പ്രമേയം പാസാക്കിയത് 1930. അതാ ഇന്നത്തെ പണ്ഡിതന്മാരല്ല. എന്താ മനസ്സിലാക്കിയത്, ആ ഉലമാനല്ലേ ഇപ്പം സംസുലമ ഏറ്റവും വലിയ മഹാന്മാർ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞ ആ ഉലമാനല്ലേ പച്ചക്ക് ഇന്നലെ കൊണ്ടുപോയിട്ട് പരിഹസിച്ച് മോയന്റെ. പിന്നെ എനിക്ക് എന്ത് മാതൃകയോട് സംസുലമയുള്ളത്, കള്ളന്മാരാണെങ്കിൽ ഞങ്ങൾ വെറുതെ അറിയില്ല, നിങ്ങൾ കാട്ടുകള്ളന്മാരാണ്, നിങ്ങൾ സംസുലമയിൽ നിങ്ങൾക്ക് മാതൃകയില്ല, മനസ്സിലായോ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ആളെ പറ്റിക്കാൻ വേണ്ടി ഏതെങ്കിലും സംസുലമനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കേട്ടോയി. സംസുലമ പറഞ്ഞ മുഷാവറിനാണ് പച്ചക്ക് ഒരു ഉളുപ്പില്ലാതെ ഈ മോയന്റ് തള്ളിയത്, പരിഹസിച്ചത്, നിസ്സാരാക്കിയത്. ഇതിനൊക്കെ എന്ത് മാതൃക സംസുലമയുള്ളത്. അവിടെ നമ്മളെ നിലപാടെന്താ, അതാണ് ശംസുൽ ഉലമയിൽ നമുക്ക് മാതൃകയുണ്ട്. ശംസുലമയിൽ എനിക്കൊരു ചുക്കില്ല, ഒരു മാതൃകയില്ല. ശംസുലമ പറഞ്ഞ കിട്ടാൻ ഞാൻ കൊല്ലട്ടെ. ആ ശംസുലമ പറഞ്ഞ ആരുമെങ്കിലും പച്ചക്ക് ആ കൊണ്ടുകൂട്ടി വെച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ തള്ളിയത്, പരിഹസിച്ചത്, നിസ്സാരാക്കിയത്. ശംസുലമ സ്വലഹിങ്ങളെന്ന് പറഞ്ഞ പോലെ എനിക്ക് പച്ചക്ക് നിസ്സാരാക്കി തരും. പിന്നെ എന്ത് മാതൃക എനിക്ക് ശംസുലമയുള്ളത്. എൻ്റെ സുഹബ ട്രാവലിംഗ് ടു ദി സൂൽ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന